Hi, good morning. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ കറിയാണ്, ഒരു മസാല കറി. നമ്മുടെ വീട്ടിൽ മിക്കവാറും ഉള്ള കാര്യമാണ്. ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞത് എല്ലാ വീട്ടിലും ഉണ്ടാവും, മുരിങ്ങയ്ക്കയും ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ മിക്കവാറും എന്ന് പറയുന്നത് ഞാൻ മുരിങ്ങയ്ക്കയുടെ കാര്യമാണ്. അപ്പോൾ മുരിങ്ങയ്ക്ക ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മുരിങ്ങയ്ക്ക കിട്ടുമ്പോൾ നിങ്ങൾ ഉരുളക്കിഴങ്ങും കുറച്ച് ചെമ്മീനും ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ചെമ്മീൻ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു കറി ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. കറി ഒന്ന് കുറുകി തുടങ്ങിയിട്ടോ. ഞാൻ കുറച്ചുകൂടി ലൂസായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ടാണ് കറി റെഡിയാക്കി വെച്ചത്. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തപ്പോൾ ഒന്നുകൂടി ഒന്ന് കുറുകി തുടങ്ങി. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മസാലക്കറി തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 3 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 വലിയ മുരിങ്ങയ്ക്ക എടുക്കുക കേട്ടോ. വലിയ മുരിങ്ങയ്ക്കാണെങ്കിൽ 2 എണ്ണം, ചെറിയ മുരിങ്ങയ്ക്കാണെങ്കിൽ 3 എണ്ണം. പിന്നെ ഒരു 100 ഗ്രാം പ്രോൺസ് എടുക്കുക. അതുപോലെ തന്നെ 1 കപ്പ് തേങ്ങ ചിരവിയതെടുക്കുക. 1 കപ്പ് തേങ്ങ തന്നെ എടുത്താലേ നമുക്ക് ഇതിൽ അത്യാവശ്യം മസാല ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വെജിറ്റേറിയൻസിനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോൺസ് ഒഴിവാക്കിയിട്ടും സെയിം ഈ റെസിപ്പി ചെയ്യാം. പിന്നെ തേങ്ങ ചേർക്കാതെയും തേങ്ങാപ്പാൽ ചേർത്തിട്ടും ഒക്കെ ചെയ്യാവുന്ന റെസിപ്പിയാണ്. അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ആദ്യം നമ്മുടെ ഉരുളക്കിഴങ്ങും മുരിങ്ങയ്ക്കയും ഒന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് പറയാം. നമ്മളിപ്പോൾ ഒരു കലത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഈ കലത്തിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, ഇതുപോലെ വലിയ പീസുകളായിട്ടാണ് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ടുള്ളത്. ആ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. ഇതിൽ തക്കാളി ഒന്നും നമ്മൾ ചേർക്കില്ല കേട്ടോ. ഇത് പുളി ഇല്ലാത്ത കറിയാണ്, പുളി ചേർക്കാത്ത കറിയാണ്. അപ്പോൾ നിങ്ങൾ പുളി നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും പുളി നിർബന്ധമല്ലാത്ത ഒരു കറിയാണിതെന്ന്. അപ്പോൾ നമുക്കിനി ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ തന്നെ നമ്മുടെ മുരിങ്ങയ്ക്കയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ വേറെ കാര്യങ്ങളും കൂടി നമുക്കിനി ആഡ് ചെയ്യാനുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതുപോലെ തന്നെ ഞാനൊരു 3 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അധികം എരിവില്ലാത്ത പച്ചമുളകാണ്, അപ്പോൾ 3 എണ്ണം ചേർക്കുന്നുണ്ട്. എരിവുള്ള പച്ചമുളകാണെങ്കിൽ 1 എണ്ണം ചേർത്താൽ മതി കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു തണ്ട് കറിവേപ്പില. ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങയുടെ അരപ്പും കൂടി റെഡിയാക്കാം. നമ്മളിപ്പോൾ പ്രോൺസ് ചേർക്കില്ല, പ്രോൺസ് ചേർക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇതൊന്ന് കുക്കായി ഹാഫ് കുക്കായി കഴിഞ്ഞിട്ട് നമുക്ക് പ്രോൺസ് ആഡ് ചെയ്യാം. അപ്പോൾ ഒന്ന് കുക്കായി വരട്ടെ. ഞാനപ്പോൾ വറുക്കാനുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ നമ്മുടെ തേങ്ങ വറുത്തെടുക്കാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മസാലകളും കൂടി ചേർക്കാനുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, മുഴുവൻ കുരുമുളകാണ്. കുരുമുളക് പൊടിയാണെങ്കിൽ പിന്നീടാണ് ചേർക്കേണ്ടത്, ഇപ്പോഴല്ല. 4 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് പട്ട, അതൊന്ന് ചെറുതായിട്ട് നമുക്ക് ഒടിച്ചിട്ട് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ട് വേണം നമ്മുടെ തേങ്ങ വറുത്തെടുക്കാൻ. ഇതിലേക്ക് 2-3 ഇതിൽ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഒരു പകുതി തേങ്ങ കുക്കായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ചേർത്തിട്ടാണ് ഞാൻ ഈ തേങ്ങ വറുത്ത് മസാല അരച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഇനിയും കാര്യങ്ങൾ ചേർക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത്രേ ചേർക്കുന്നുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീടാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കളർ മാറി വരട്ടെ, അതുവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഈ സമയത്ത് തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും മുരിങ്ങയ്ക്കയും കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ തേങ്ങ ചട്ടിയിലൊക്കെ പിടിച്ചു തുടങ്ങി ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് തേങ്ങ വറുക്കുന്നതെങ്കിൽ വെളിച്ചെണ്ണ നിർബന്ധമൊന്നുമില്ല, ഇരുമ്പിൻ്റെ ചട്ടിയിൽ നിർബന്ധമില്ല. പക്ഷെ നമുക്ക് ടേസ്റ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ട് തേങ്ങ വറുത്തെടുക്കുമ്പോഴാണ് നമ്മുടെ പൊടികളൊക്കെ ഒന്ന് കുക്കായി കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ മുഴുവൻ മല്ലിയും മുഴുവൻ മുളകും ഒക്കെയാണ് നമ്മളിതിലേക്ക് ചേർക്കുക. ഇതിപ്പോൾ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ചേർക്കുന്നത് കൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ചേർത്തത്. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളർ കണ്ടോ, ഇപ്പോൾ കളറൊക്കെ മാറി തുടങ്ങി. ഇതിലേക്ക് നമുക്കിനി പൊടികൾ ചേർക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കാനായിട്ട്. ഒരുപാട് ഡാർക്കായി പോകണ്ട കേട്ടോ തേങ്ങ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തീയലല്ലല്ലോ, മസാലക്കറിയല്ലേ ഉണ്ടാക്കുന്നത്. തീയലാണെങ്കിൽ കുറച്ചുകൂടി ഡാർക്ക് ആവണം തേങ്ങയുടെ കളറ്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. മല്ലിപ്പൊടിയൊക്കെ നമ്മുടെ ആ വെളിച്ചെണ്ണയിൽ കുക്കായി വന്നോളും. ചട്ടിക്കും നല്ലൊരു ചൂടുണ്ടല്ലോ, അപ്പോൾ വേഗം തന്നെ കുക്കായി കിട്ടും. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1.5 ടീസ്പൂൺ തന്നെ ചേർക്കാം. എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാനൊരു 3/4 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, കുരുമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് കൂടി പോകരുത്, അതുകൊണ്ടാണ് 3/4 ടീസ്പൂൺ ചേർക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ മാത്രമാണ് ചേർക്കുന്നതെങ്കിൽ 1.5 ടീസ്പൂൺ ചേർക്കാം. ഇതിലേക്ക് നമ്മളിനി മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി നമ്മുടെ ഉരുളക്കിഴങ്ങിലേക്കൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി പൊടികളൊന്ന് കുക്കായി വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോകരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് അവസാനം ചേർക്കേണ്ടതാണ്. ഇതുപോലെ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ട് ചേർക്കേണ്ടതല്ല.
1 ടീസ്പൂൺ പെരിഞ്ജീരകം. പെരിഞ്ജീരകം അല്ലെങ്കിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർക്കാം. പെരിഞ്ജീരകം പൊടിച്ചതാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ ലാസ്റ്റ് ചേർക്കുക. പെരിഞ്ജീരകം മുഴുവനെയാണ് ചേർക്കുന്നതെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ ലാസ്റ്റ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇനി തേങ്ങയുടെ ചൂടൊക്കെ ഒന്ന് മാറി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം വെള്ളം ചേർത്ത് തന്നെ അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണമെന്നൊന്നുമില്ല, തീയലല്ല. അപ്പോൾ ഇത് ഈ ഒരു റെസിപ്പി തന്നെ നമുക്ക് തീയലായിട്ട് വയ്ക്കാം. തീയലായിട്ട് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു മസാല ചേർക്കുന്നത് ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് തീയലായിട്ടും ഈ ഒരു റെസിപ്പി നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ തീയൽ വേണ്ട ആൾക്കാർക്ക് അതിൽ വാളൻപുളി ചേർക്കണം എന്ന് മാത്രമേ ഉള്ളൂ. വാളൻപുളി ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ പിഴിഞ്ഞിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തീയലായി. അപ്പോൾ തേങ്ങ കുറച്ചുകൂടി ഡാർക്ക് കളറാകുന്നത് വരെ വറുത്തെടുക്കണം. അപ്പോൾ ഇത് മസാലക്കറി ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളറിൽ നിർത്തിയത്. ഇനി ഇതിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വയ്ക്കുക. ചൂടൊന്ന് മാറി വരുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും മുരിങ്ങയ്ക്കൊക്കെ പകുതി കുക്കായിട്ടുണ്ട്. നന്നായിട്ടൊരു മണമൊക്കെ വരുന്നുണ്ട്. മുരിങ്ങയ്ക്കൊക്കെ കുക്കായി തുടങ്ങിയതിൻ്റെ ഇതിലേക്ക് നമുക്കിനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പ്രോൺസ് ആഡ് ചെയ്യാം. പ്രോൺസ് എത്ര വേണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. നമുക്കിതിൽ പ്രോൺസിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടുക എന്നുള്ളതാണ്. പിന്നെ പ്രോൺസ് ഓവർ കുക്കായി പോവുകയും ചെയ്യരുത്. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഹാഫ് കുക്കായി വരുമ്പോൾ പ്രോൺസ് ആഡ് ചെയ്യുന്നത്. ഇനി പ്രോൺസും കൂടി ചേർന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ അരപ്പിനുള്ള കാര്യങ്ങളൊക്കെ ചൂടൊക്കെ മാറി വരും. അപ്പോൾ നമുക്ക് അരപ്പ് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും പ്രോൺസും മുരിങ്ങയ്ക്കും ഒക്കെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് ഒരു ഹാഫ് കുക്കായി വരുമ്പോൾ ചേർക്കേണ്ടതായിരുന്നു. പ്രോൺസിൻ്റെ കൂടെ ചേർക്കേണ്ടതായിരുന്നു, ഞാൻ വിട്ടുപോയി, ഇപ്പോഴാണ് ഓർത്തത്. അപ്പോൾ നമ്മൾ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇനി തുറന്ന് വെച്ചാൽ മതി. അടച്ചു വെച്ച് കുക്ക് ചെയ്യണം എന്നില്ല. എല്ലാം കുക്കായി തുടങ്ങിയല്ലോ, പ്രോൺസൊക്കെ കുക്കായിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഇനി നമുക്ക് അരപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ തീയലായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ പുളി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ വാളൻപുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കുക. രണ്ടും ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. ഈ ഒരു മസാലക്കറിയിൽ പുളി ചേർക്കരുത്. തീയലായിട്ടാണെങ്കിൽ മാത്രം പുളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അരച്ചെടുക്കട്ടെ. ഇതൊന്ന് ഇതുപോലെ ഇരുന്ന് പറ്റി വരട്ടെ. അപ്പോൾ നമ്മുടെ അരപ്പ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല വെള്ളത്തോടു കൂടി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നമ്മുടെ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം കറിക്ക് ഗ്രേവി ആവശ്യമുണ്ടോ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം അരപ്പിലേക്ക്. അരപ്പ് ചേർക്കുമ്പോൾ നമ്മുടെ കറി ഒന്ന് കുറുകി വരും. അതനുസരിച്ച് വീണ്ടും വെള്ളം ചേർക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ പാകമാണ്. ഞാനൊരു 1.5 കപ്പ് വെള്ളം ചേർത്താണ് അരച്ചത്. ഇത് കണ്ടോ, ഇതുപോലെ ലൂസായിട്ടുള്ള കറിയാണ്. ഇതൊന്നുകൂടി കുറുകി വരും കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. നമ്മൾ മസാലക്കറികൾ ഉണ്ടാകുമ്പോൾ നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ നിങ്ങൾ പെരിഞ്ജീരകം മുഴുവനായിട്ട് വറുത്തരച്ചതിൽ ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കാം. ചൂടാക്കിയൊന്നും പൊടിക്കേണ്ട, വെറുതെ മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ കറി തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് വറവിടാനുള്ള കാര്യങ്ങൾ നോക്കാം. ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ചേർക്കുക. പച്ചമുളക് ചേർക്കുന്നതിനേക്കാൾ ടേസ്റ്റ് കുരുമുളക് പൊടി ചേർക്കുന്നതാണ്. അതുപോലെ തന്നെ വറവിടാനായിട്ട് ഒരു 4 ഉള്ളി റൗണ്ടിൽ കട്ട് ചെയ്ത് വയ്ക്കുക. 2-3 വറ്റൽമുളക്, 2-3 തണ്ട് കറിവേപ്പില. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് വറവിട്ടെടുക്കാം. അപ്പോൾ ഈ കറി ഒന്ന് തിളയ്ക്കട്ടെ. അതിനുശേഷം നമുക്ക് വറവിടാനുള്ള കാര്യങ്ങളും കൂടി നോക്കാം. അപ്പോൾ നമ്മുടെ കറി ഇതാ തിളച്ച് തുടങ്ങി. ഇനി നമുക്ക് വറവിടാനുള്ള കാര്യങ്ങൾ നോക്കാം. കറി മാറ്റി വയ്ക്കുക. നന്നായിട്ടൊന്ന് തിളച്ചാൽ മാത്രം മതി കേട്ടോ. ഒരുപാട് സമയം തിളയ്ക്കേണ്ട. ഒരുപാട് സമയം തിളച്ചിട്ടുണ്ടെങ്കിൽ കുറുകിപ്പോവും. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഉള്ളതല്ലേ. അതുപോലെ തന്നെ ഈ ഒരു കറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് ഉച്ചയ്ക്ക് എടുക്കുക. അപ്പോൾ ചൂട് മാറിയിട്ട് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. ചൂടോടുകൂടി നമ്മൾ ചോറിലേക്ക് ഒഴിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും, എങ്കിലും കറിയുടെ കറക്റ്റ് ടേസ്റ്റ് അറിയണം എന്നുണ്ടെങ്കിൽ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് ഉച്ചയ്ക്ക് കഴിക്കുക. അല്ലെങ്കിൽ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് അടുത്ത ദിവസം കഴിക്കുക. തലേ ദിവസം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ചൂട് മാറി കഴിയുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം. എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് ചേർത്തതുകൊണ്ട് കറി മോശമായി പോകും. നമ്മുടെ മുരിങ്ങയ്ക്കും ചെമ്മീനും മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ മോശമായി പോകില്ല. പക്ഷെ ഉരുളക്കിഴങ്ങും കൂടി ചേർക്കുമ്പോൾ കറി മോശമായി പോകും. അപ്പോൾ നമ്മൾ വറവിടാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ആകെ കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഉപയോഗിക്കുന്നുള്ളൂ. ആദ്യം നമ്മൾ ആ തേങ്ങ വറുത്തപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തു. ഇപ്പോൾ വറവിടാനും കുറച്ച് വെളിച്ചെണ്ണ, ഇത്രയും വെളിച്ചെണ്ണ മതി. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി തുടങ്ങി. നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക്. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം. നമ്മുടെ വറ്റൽമുളക് ഞാനൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. ആ 3 വറ്റൽമുളകും ചേർക്കാണ്. അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർക്കാണ്. ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് ഉള്ളിയുടെ കളർ മാറി വരുന്നത് വരെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി നമുക്ക് ചേർക്കാനുണ്ട് ഇതിലേക്ക്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മസാലകളെല്ലാം ചേർത്തിട്ടുണ്ടല്ലോ, ഇനി എന്തിനാണെന്നുള്ളത്. അത് കൂടുതൽ കറിക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നത്.
ഇപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു കാര്യവും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം. ചേർത്താൽ കറിക്ക് ടേസ്റ്റ് കൂടുള്ളൂ. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഗരം മസാലപ്പൊടി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാത്രം ചേർക്കുക. ആ എണ്ണയുടെ ചൂടിൽ ഗരം മസാല കുക്കായി കിട്ടാനാണ് നമ്മളിതുപോലെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർക്കുന്നത്. ഇനി നമുക്കിതും കൂടി ചേർത്തൊന്ന് ഇളക്കിയിട്ട് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വറവ് നമ്മൾ കറിയിലേക്ക് ചേർക്കുകയാണ്. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഉരുളക്കിഴങ്ങ് മുരിങ്ങയ്ക്ക ചെമ്മീൻ മസാലക്കറി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെ വളരെ നല്ല കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ പുട്ടിൻ്റെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാം കേട്ടോ. മസാലക്കറികൾ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണുന്നതിന് മുൻപേ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോയില്ലല്ലോ. അപ്പോൾ നമുക്ക് നാളെ കാണാം.